എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ 6th പാർട്ട് 1 സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലാണ് എത്തിയിട്ടുള്ളത്. ഇതിന് മുന്നേയുള്ള ചാപ്റ്ററും അതുപോലെ തന്നെ 5th പാർട്ട് 1 പാർട്ട് 2 സോഷ്യൽ സയൻസിൻ്റെ SCRT ക്ലാസ്സും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡീപ്പായിട്ട് തന്നെ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്കെന്നുള്ള ഈ ഒരു 4ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഈ ഒരു ചാപ്റ്റർ ആദ്യം തുടങ്ങുന്നത് തന്നെ ഒരു കവിതയിൽ നിന്നാണ്. വയലാർ രാമവർമ്മയുടെ ഭൂമി സനാഥയാണെന്നുള്ള കവിതയിലെ വരികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി, വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. അപ്പോൾ വരികളൊന്ന് ഓർത്തിരിക്കുക, ഏത് കവിതയാണ്, ആരുടേതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. നമ്മൾ മുൻപ് 5th പഠിച്ച സമയത്തും കവിതകളുടെ വരികളൊക്കെ ഇതുപോലെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വള്ളത്തോളിൻ്റെ മാതൃവന്ദനം കവിതയിലെ വരികൾ, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇനി ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്ന് അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ 5th പറഞ്ഞ സമയത്ത് 6th ഓൾഡ് SCRTയുടെ ഓൾഡ് SCRTയിൽ നിന്നും ഫാക്ട്സുകൾ നമ്മൾ എടുത്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഭൂമിക്ക് കൃത്യമായിട്ടുള്ള ഗോളാകൃതി അല്ല എന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടനാണ്. അന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് പരിചയപ്പെടാം. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തെ, അതായത് ഇക്വേറ്ററിൻ്റെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് ഇവ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ്. ഓക്കെ, സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇതിൻ്റെ 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രി അക്ഷാംശം അല്ലെങ്കിൽ ഇക്വേറ്ററാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ള അക്ഷാംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. ഇനി നമുക്ക് ഈ ഇക്വേറ്ററിൻ്റെ ഇരുവശങ്ങളിലേക്ക് പോകും തോറും ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇത് നോക്കാം. നമുക്ക് 90 ഡിഗ്രി നോർത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഇക്വേറ്ററിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. അതിൽ ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് ഏതൊക്കെ കൺട്രീസിലൂടെ ആണെന്ന് നോക്കണം. മൊത്തം 13 കൺട്രീസിൽ കൂടിയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒന്ന് കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ. അമേരിക്കയുടെ കേസിൽ അത്രയും കഴിഞ്ഞു, 3 കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ. ഇനി ഇവിടെ സാവോ ടോമ ആൻഡ് പ്രിൻസ്, ഗ്യാബൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൊമാലിയ, കെനിയ. ആഫ്രിക്കയുടെ കേസിലും അത് കഴിഞ്ഞു. ഇനി മാൽഡീവ്സ് വരുന്നുണ്ട്, ഇവിടെ ഇന്തോനേഷ്യ വരുന്നുണ്ട്, പിന്നീട് കിരിബാട്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ, സാവോ ടോം പ്രിൻസ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗ്യാബൺ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൊമാലിയ, കെനിയ, മാൽഡീവ്സ്, ഇന്തോനേഷ്യ, കിരിബാട്ടി. അപ്പം എത്ര കൺട്രീസാണ്? 13 കൺട്രീസിൽ കൂടി ഇക്വേറ്റർ പാസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇത് മാത്രം പോരാ, നമ്മൾ ഇക്വേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇക്വേറ്ററിൻ്റെ 2 തവണ കട്ട് ചെയ്യുന്നൊരു റിവറുണ്ട്. അതാണ് കോങ്കോ റിവർ എന്ന് പറയും. ആഫ്രിക്കയിലെ കോങ്കോ റിവറാണ് ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെക്കണം. മാപ്പുണ്ട്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ പോകാം. ഇതിൽ ഇക്വേറ്ററിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുന്നു. അത് ഭൂമി 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സതേൺ ഹെമിസ്ഫിയർ എന്നും. ഓക്കെ, ഇതിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ ന്യൂസിലും കറണ്ട് അഫേഴ്സിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്ലോബൽ സൗത്ത്, ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതിന് നമ്മുടെ ഈ ജോഗ്രഫിക്കൽ കോൺസെപ്റ്റുമായിട്ട് ബന്ധമില്ല. ഗ്ലോബൽ സൗത്തും ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് കോൺസെപ്റ്റാണ്. അത് ജോഗ്രഫി ബേസ്ഡ് അല്ല. അതൊന്ന് ഓർത്തിരിക്കണം. അതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ക് കാണിക്കാം കേട്ടോ. ഇതാണ്. ഇതിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ
സതേൺ ഹെമിസ്ഫിയറിലാണല്ലോ ഓസ്ട്രേലിയ ഉള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് ഗ്ലോബൽ സൗത്തിൽ പെടുന്ന കൺട്രീസിൽ ഓസ്ട്രേലിയ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഇല്ല. ഓസ്ട്രേലിയയെ ഗ്ലോബൽ നോർത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ഗ്ലോബൽ നോർത്ത്, ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നിങ്ങനെയുള്ള ആസ്പെക്റ്റിലാണ് പോകുന്നത്. സതേൺ ഗ്ലോബൽ സൗത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്ലോബൽ നോർത്താണ് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു എന്താണ് ഇത് കണ്ട സമയത്ത് ഞാൻ ഓർത്തതുകൊണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തതാണ്. പിന്നീട് ഇവിടെ കുട്ടികൾക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. നമുക്കറിയാം, യൂറോപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയുടെ പോർഷൻസ് വരുന്നുണ്ട്, നോർത്ത് ആഫ്രിക്ക വരുന്നുണ്ട്, ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് വരുന്നുണ്ട്, പിന്നീട് ഏഷ്യ വരുന്നുണ്ട്. സൗത്തിലാണെന്നുണ്ടെങ്കിൽ ഏതാണ് സൗത്ത് അമേരിക്ക വരുന്നുണ്ട്, സദേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക വരുന്നുണ്ട്, ഓസ്ട്രേലിയ വരുന്നുണ്ട്, അന്റാർട്ടിക്ക വരുന്നുണ്ട്. കോമൺ ആയിട്ട് രണ്ടിലും വരുന്നത് അമേരിക്ക വരുന്നുണ്ട്, ആഫ്രിക്കയും വരുന്നുണ്ട്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഈ ലാറ്റിറ്റ്യൂഡ് സർക്കിൾസ് ഇക്വേറ്ററിൽ നിന്ന് പോകും തോറും വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാനെ കൊണ്ട് പറ്റും. 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത് എന്നീ ബിന്ദുക്കളിൽ എൻഡ് ചെയ്യും. അപ്പം ഈ ഒരു പോർഷൻ 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ലാറ്റിറ്റ്യൂഡ്സിനെ നോർത്ത് പോളെന്നും 90 ഡിഗ്രി സൗത്ത് അക്ഷാംശത്തെ നമ്മൾ സൗത്ത് പോളെന്നും വിളിക്കുന്നു. ഇതിനെ നമുക്ക് ഇവിടെ കാണാനെ കൊണ്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന ചിത്രത്തിലെ ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അല്ലേ പറയുന്നത്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. റൊട്ടേഷനും ഉണ്ടെന്ന് പറയുന്നു. സൂര്യനെ വലം വയ്ക്കുന്നത് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നു. ഇനി ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലം എന്ന് പറയുമ്പോൾ ഓർബിറ്റൽ പ്ലെയിൻ ആണ്. ഓർബിറ്റൽ പ്ലെയിനിൻ്റെ ലംബത്തിൽ നിന്ന്, അതിൻ്റെ ആക്സിസിൽ നിന്ന് 23.5 ചരിവുണ്ട്. ഞാൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്ന പിക്ചറാണ് നോക്കേണ്ടത്. ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് സാങ്കല്പികമാണ്. ഈ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന്, ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ഒരു സാങ്കല്പികമായിട്ട് ഒരു പരിക്രമണ തലത്തിൻ്റെ ലംബം അല്ലെങ്കിൽ ഓർബിറ്റൽ ആക്സിസ് നമ്മൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ഓർബിറ്റൽ ആക്സിസും നമ്മുടെ എർത്തിൻ്റെ ആക്സിസും തമ്മിലുള്ള ചരിവാണ് 23.5 എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ 66.5 എന്താണ്? 66.5 എന്ന് പറയുന്നത് ഓർബിറ്റൽ പ്ലെയിനും ആക്സിസും തമ്മിലുള്ള ചരിവാണ് 66.5 എന്ന് പറയുന്നത്. 66 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഈ ഒരു ചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചിത്രത്തിൽ ഓരോ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും പേരുകളും ഓരോ ലാറ്റിറ്റ്യൂഡ്സിനെയും പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ 0 ഡിഗ്രി ഇക്വേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 23.5 വരുന്ന നോർത്ത് വരുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖയാണ്. 66.5 നോർത്ത് വരുന്നത് ആർട്ടിക് വൃത്തമാണ് അല്ലെങ്കിൽ ആർട്ടിക് സർക്കിളാണ്. പിന്നെ 90 ഡിഗ്രി നോർത്ത് പോൾ. സൗത്തിലോട്ട് വരുമ്പോൾ 23.5 സൗത്ത് വരുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. 66.5 സൗത്ത് വരുന്നത് അന്റാർട്ടിക് സർക്കിളാണ്. 90 ഡിഗ്രി സൗത്ത് പോൾ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒന്ന് നോക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടി പാസ് ചെയ്തു പോകുന്നതാണല്ലോ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നോക്കാം. മൊത്തം 8 സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. 1 ഗുജറാത്ത്, 2 രാജസ്ഥാന്, 3 മധ്യപ്രദേശ്, 4 ഛത്തീസ്ഗഡ്, 5 ജാർഖണ്ഡ്, 6 വെസ്റ്റ് ബംഗാൾ, 7 ത്രിപുര, 8 മിസോറാം. അപ്പം ഏതൊക്കെ സ്റ്റേറ്റാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേറ്റർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്യുന്ന ഒരു റിവറുണ്ട്, അതാണ് കോങ്കോ റിവർ എന്ന്. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെയും 2 തവണ കട്ട് ചെയ്യുന്ന റിവറുണ്ട്, അതാണ് മാഹി റിവർ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട്. മാഹി റിവർ ഈസ് ദ ഓൺലി റിവർ ഇൻ ഇന്ത്യ ദാറ്റ് കട്ട്സ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. സ്റ്റേറ്റ്മെൻറ്റിൽ വരാം. ഇനി നിയറസ്റ്റ് സിറ്റി
ടു ദ ട്രോപ്പിക് ഓഫ് സിറ്റിയാണ് ഞാൻ പറയുന്നത്. നിയറസ്റ്റ് സിറ്റി ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ത്രിപുരയിലുള്ള ഉദയ്പൂർ ആണ്. ഇൻ ഇന്ത്യ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ 8 സ്റ്റേറ്റ്സ്. ഇത് മൂന്നും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തിരിച്ചോ മറിച്ചോ ഒക്കെ ചോദിച്ചാലും നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ടെക്സ്റ്റിലോട്ട് പോകാം. ഇതിലിത് ഫില്ല് ചെയ്യാനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ 23½ നോർത്ത് എന്നുള്ളത്. 23½ സൗത്ത് ഏതാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്, അല്ലെങ്കിൽ ദക്ഷിണായന രേഖയാണ്. ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66½ നോർത്താണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് നോക്കാം. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. ഓക്കെ, ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ്. പ്രധാനമായും രേഖാംശ രേഖകളെ 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും കാണിക്കാമേ. രേഖാംശ രേഖയുമായിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ അതാണ്. ഇനി 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് 360 രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. എത്ര ഡിഗ്രിയാണ്? 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെങ്കിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത് 0 ഡിഗ്രിയും അതുപോലെ തന്നെ 180 ഡിഗ്രി മെറീഡിയനും അല്ലെങ്കിൽ 0 ഡിഗ്രി പ്രൈം മെറീഡിയനുമാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറീഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നതുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖ ഇത് അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് എന്തുള്ളത്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉള്ളത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. കാരണം ഞാൻ പറയാം. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലോട്ട് നമുക്ക് പോകാം. പ്രൈം മെറീഡിയൻ പാസ് ചെയ്യുന്ന കൺട്രി ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോണ്ടിനെൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അതിൽ UK, ഫ്രാൻസ്, സ്പെയിന്, അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ടോങ്കോ, ഗാന. അപ്പം ഇത്രയും കൺട്രീസിലൂടെ പ്രൈം മെറീഡിയൻ പാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? UK, ഫ്രാൻസ്, സ്പെയിന്, അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ടോങ്കോ എന്നിവയിലൂടെ പ്രൈം മെറീഡിയൻ പാസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതിൽ ഈ ഒരു പ്രൈം മെറീഡിയൻ പാസ് ചെയ്യുന്ന ഓഷ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ കാണാനെ കൊണ്ട് പറ്റും. ഏതാണ്? ആർട്ടിക് ഓഷ്യൻസും ഉണ്ട്. ആർട്ടിക് ഓഷ്യന്, അറ്റ്ലാന്റിക്, സതേൺ ഓഷ്യന്. അത് മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനിയുമാണ് നമ്മുടെ താരം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. 180 ഡിഗ്രിയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് നമ്മൾ പറയും. ഇത് നമ്മളവിടെ വായിച്ചപ്പോൾ SCERT വായിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇത് സിക്സാഗ് ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വരുന്നു, സിക്സാഗ് ഫോമിൽ പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തെയും ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പല ഡേറ്റുകൾ വരാതിരിക്കാനും ആണ്. ഒരു സ്ഥലത്ത് പല ടൈം സോണുണ്ട്. ടൈം സോൺ ഡിഫറെൻ്റ് ആയിട്ട് വരും, പക്ഷേങ്കിൽ ഡേറ്റ് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യത്തിലോട്ട് പോകാം. ഈ ഒരു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ ഈസ്റ്റാണിത്, വെസ്റ്റാണ് ഇത്. ഇതിൽ ഒരാൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ കലണ്ടറിൽ ഡേറ്റ് ലോസ് ആകും. ഞാൻ പറഞ്ഞത് കലണ്ടറിലെ കാര്യമാണ്. കലണ്ടറിൽ ഡേറ്റ് ലോസ് ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 20 ഒരു ഷിപ്പിൽ ഒരു കൂട്ടം ആൾക്കാർ ജൂൺ 20 യാത്ര ചെയ്യുന്നു. അവർ ഇൻ്റർനാഷണൽ
ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് വെസ്റ്റിലെത്തുമ്പോൾ ഇവിടെ കലണ്ടറിൽ ജൂൺ 19 ആയിരിക്കും. അപ്പോൾ ഒരു ഡേ ബാക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഡേ അവർക്ക് കിട്ടും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡേ കിട്ടും. കലണ്ടറിലാണെങ്കിൽ ഡേറ്റ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്, ബാക്കിലോട്ട് പോകും. നേരെ തിരിച്ച് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഡേറ്റ് ഗെയിൻ ചെയ്യും. ഇവിടെ 19 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 20-ാം തീയതി ആകും. അപ്പോൾ കലണ്ടറിൽ ഡേറ്റ് ഗെയിൻ ചെയ്യും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. ആ സ്ട്രെയിറ്റാണ് ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ബെറിങ്സ് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ബെറിങ് സ്ട്രെയിറ്റ് വരുന്നത്. സ്ട്രെയിറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്തു പോകുന്ന സ്ട്രെയിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബെറിങ് സ്ട്രെയിറ്റ് ആണെന്ന് ഓർത്തിരിക്കണം, മറക്കരുത്. ഇതിൽ ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം, ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്റ്റ് ചെയ്യുന്നതാണ് ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റഷ്യയും അലാസ്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും കൂടിയാണ് ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ആ 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെറിങ് സ്ട്രെയിറ്റ് ആണ്. ഈ സ്ട്രെയിറ്റ് കണക്ട് ചെയ്യുന്നത് ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയുമാണ്. സെപ്പറേറ്റ് ചെയ്യുന്നത് റഷ്യയും അലാസ്കയും ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഓഷ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ആർട്ടിക് ഓഷ്യനും പസഫിക് ഓഷ്യനുമാണ്. പിന്നീട് അടുത്തൊരു ഇതിൻ്റെ ഫസ്റ്റ് ബെൻഡ് വരുന്ന പോർഷൻ, അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ബെൻഡ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം ചുക്ചി സി അല്ലെങ്കിൽ ബെറിങ് സ്ട്രെയിറ്റ് ആ ഒരു പോർഷനിലൊക്കെയാണ് വരുന്നത്, ബെൻഡ് വരുന്നത്. പിന്നീട് അലൂഷൻ ഐലൻഡിൽ ഒരു ബെൻഡ് വരുന്നുണ്ട്. പിന്നെ താഴെ പസഫിക്കിലോട്ട് പോകുമ്പോൾ ബെൻഡ് വരുന്നത് അങ്ങനെ കൃത്യമായിട്ട് നോക്കണ്ട. കാരണം താഴെ പസഫിക്കിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ അപ്പുറത്താണെന്ന് ചിലപ്പോൾ ഇവർ പ്രഖ്യാപിക്കും, ചിലപ്പോൾ ഇവർ പറയും ഞങ്ങൾ ഇപ്പുറത്താണെന്ന് പ്രഖ്യാപിക്കും. ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഇവർ മാറിയും തിരിഞ്ഞും, ചിലപ്പോൾ ഇവർ ഈസ്റ്റിലാണെന്ന് പറയും, ചിലപ്പോൾ ഇവർ വെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഇവർക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ലീഗലി പ്രത്യേകിച്ച് അങ്ങനെ കുറേ ലീഗലൊന്നും അല്ല. അതായത് ഇതിങ്ങനെ ആകാൻ പാടുള്ളൂ, അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞിട്ട് ഇല്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ നിൽക്കേണ്ട കൺട്രീസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി പ്രൈം മെറിഡിയനെ ആധാരമാക്കി നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഭൂമിയെ 2 അർദ്ധഗോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ ഇക്വേറ്ററിനെ ബേസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും പറഞ്ഞതുപോലെ ഇവിടെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും 2ആയിട്ട് തിരിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശേഷം ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചില്ല, അതൊന്ന് നോക്കി വെച്ചോ. വെൻ എ ഷിപ്പ് ക്രോസസ് ദി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ടൈം മൂവ് ഫോർവേഡ് ബൈ ഹാഫ് ഡേ, മൂവ് ബാക്ക്വേർഡ് ബൈ ഹാഫ് ഡേ, മൂവ് ഫോർവേഡ് ബൈ 1 ഡേ, മൂവ് ബാക്ക്വേർഡ് ബൈ 1 ഡേ. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ. ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ. ഇത് 1ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനോടുണ്ട്. വിത്ത് റെഫറൻസ് ടു ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, കാണാൻ പറ്റുമോ? വിത്ത് റെഫറൻസ് ടു ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇറ്റ് functions as a line of demarcation. It has legal international status. It is a straight line. Select the correct answer using the codes given below. 1 only, 1 and 2 only, 2, 3 only, 3 only. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഗ്രാറ്റിക്യൂൾസ് എന്നുള്ളതാണ്. നമ്മൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുന്നത്. ഈ രേഖാംശ രേഖകളുടെ ജാലികയാണിത്, ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഇത് അറ്റ്ലസിലും ഈ ഭൂപടങ്ങളിലും നമ്മുടെ അറ്റ്ലസുകളിലുമൊക്കെ ഈ ഒരു ജാലിക നമുക്ക് കാണാനൊക്കെ കൊണ്ടുപറ്റും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ കള്ളിയായിട്ട് നമുക്ക് കാണാനൊക്കെ കൊണ്ടുപറ്റും. അത് പർട്ടിക്കുലർ റീജിയനും പൊസിഷനും ഒക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇതിൽ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡുകളിലും ലോഞ്ചിറ്റ്യൂഡുകളിലും എക്സ്റ്റൻഷൻ എഴുതാനെ കൊണ്ട്
എന്താണ് മാപ്പ് നോക്കി എഴുതാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പലപ്പോഴും എന്താണ് പഠിച്ചിട്ടുള്ളതാണ്, എന്താണ് PSCയുടെ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഏതാണ് നമുക്ക് അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡനൽ എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് എന്തെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡനൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇരിക്കുന്നത്. ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ലോഞ്ചിറ്റ്യൂഡനൽ എക്സ്റ്റൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഇനിയുമുള്ള ഈ ഒരു ഭാഗമാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് നോക്കേണ്ടത് പല ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്തിനാണ് മാപ്പ് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സമ്മറി പറയാം. ഇവിടെ ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞേക്കാണ്. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബിൽ ഒരു ലൈറ്റ് കടത്തി വിട്ടതിന് ശേഷം ഒരു പ്രതലത്തിലോട്ട് ചിത്രങ്ങൾ മാറ്റി വരയ്ക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം കാണിക്കാം. അതെ, ഇങ്ങനെ. അപ്പം ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഒരു പ്രതലം വയ്ക്കും. ആ പ്രതലത്തിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വരയ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പൊസിഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ടാണ് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻ എന്ന സങ്കേതം ഉപയോഗിക്കുന്നത്. വായിച്ചത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ്. ഇനി ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂൾസിനെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ച അക്ഷാംശ രേഖാംശ രേഖകളുടെ ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. അപ്പം ഇതിൻ്റെ ഓരോ മെത്തേഡും നോക്കാം. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബിലേക്ക് ലൈറ്റ് വെക്കുകയും അതിനുശേഷം ഒരു പ്രതലം വെക്കുന്നു. അപ്പോൾ കിട്ടുന്ന ചിത്രങ്ങളെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പകർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷനാണ് വായിക്കേണ്ടത്. ഈ മാർക്ക് ചെയ്തേക്കുന്നിടം തൊട്ട്. അപ്പം അതിൽ ഒന്നാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബിൽ ലൈറ്റ് വെക്കുന്നു. അതിന് ചുറ്റും ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വെക്കുന്നു, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ കിട്ടുന്ന ചിത്രം ഇങ്ങനെയായിരിക്കും. അപ്പോൾ പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ ഇങ്ങനെ കാണും. ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു ചിത്രമായിരിക്കും. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായാണ് എന്തുപയോഗിക്കുന്നത്? സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നു. അത് കൂടുതലായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇക്വറ്റോറിയൽ റീജൻസ് അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂചിത്രീകരണത്തിനാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ശീർഷതല പ്രക്ഷേപം അല്ലെങ്കിൽ സെന്തിയൽ പ്രൊജക്ഷൻ എന്ന് പറയും. സെന്തിയൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബ്, അതിൽ മുമ്പേ പറഞ്ഞ പ്രോസസ്സ് തന്നെ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അതിൽ ലൈറ്റ് വെക്കുന്നു. അതിൻ്റെ പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ അവിടെ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിക്കും. അതായത് ഇവിടെ ആയിരിക്കും പ്രതലം വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇവിടെ പ്രതലം വെക്കുന്നു, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിത്രം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭൂപടമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഏതാണ്? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ധ്രുവപ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപ്രദേശ സവിശേഷതകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ സെന്തിയൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ട്. കോണിക്കൽ പ്രൊജക്ഷന് ഇങ്ങനെ ചിത്രം കടത്തി വെച്ച്, കോണിക്കൽ എന്ന് പറയുമ്പോൾ ഈ ചിത്രം നോക്കി മനസ്സിലാക്കണേ കൂടുതലായിട്ട്. ഇത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭൂപടം ഇങ്ങനെയായിരിക്കും. ഇത് മെയിനായിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്?
ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ് ഈ ഭൂപ്രക്ഷേപം അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ എഴുതാനെ കൊണ്ട് പറയുന്നുണ്ട്. പ്രക്ഷേപതലം പരന്ന് പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സെന്തിയൽ പ്രൊജക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ സവിശേഷത എന്താണ്? ഇക്വറ്റോറിയൽ റീജിയൻസിൻ്റെ ഭൂപ്രദേശങ്ങളുടെ സവിശേഷതകൾ പകർത്താനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ കോണിക്കൽ പ്രൊജക്ഷൻ, മധ്യ അക്ഷാംശ രേഖാംശ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഈ ഭൂപ്രക്ഷേപങ്ങളിൽ നമ്മൾ ഗണിതശാസ്ത്ര സങ്കേതവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ GIS നമ്മുടെ സിലബസിലുണ്ട്. GISനെ കുറിച്ചും റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. GIS എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ഡിജിറ്റൽ ആക്സസ് ഓഫ് എന്താണ് ഈ ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ ഡിജിറ്റൽ ആക്സസ് ആണ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുണ്ട്. അതായത് ഭൂമിശാസ്ത്ര വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും ആവശ്യ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ട് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപത്തിൽ ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥകൾ. അതായത് നമ്മൾ പല സോഴ്സിലൂടെയും ഡേറ്റാസും മാപ്സും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് സവിശേഷതകളും എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു. ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്താണ് ഇതിനെ യൂസ് ചെയ്യുന്നു. പിന്നീട് ഭൂപടങ്ങളുടെ അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായിട്ട് GISൽ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ വെക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് എന്താണ് പ്രോപ്പറായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനെ കൊണ്ട് പറ്റും. ഇനിയും അതുപോലെ തന്നെ നമുക്ക് മാപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ്. നമ്മുടെ ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള പല സവിശേഷതകൾ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് മാപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് എല്ലായിടത്തും ഒരുപോലെ കൃത്യമായിട്ട് ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലും ഒക്കെ സിമിലർ ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ടൈം സോൺ ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു രാജ്യത്ത് തന്നെ പല ടൈം സോൺ വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ളത് ഫ്രാൻസിനാണ്. കാരണം അവരുടെ ഓവർസീസ് ടെറിട്ടറിയും കൂടെ ചേർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിന് ശേഷം റഷ്യയാണ് വരുന്നത്. ആ ഒരു പോയിൻറ്റും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അഥവാ ഞാൻ ഏതെങ്കിലും കീ പോയിൻ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്യാം. എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സും ഇവിടെ കഴിയുകയാണ്. ക്ലാസ് ഇഷ്ടമായാലും ചാനൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.